പെട്ടെന്ന് എന്തോ ഒരു ഡ്രീം കേക്ക് കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ പോയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കേക്കാക്കി. ജസ്റ്റ് പാനിലിട്ടിട്ടാണ് കേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല കേക്കായിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ ഞാൻ എന്താക്കി, സിറപ്പ് നന്നായിട്ട് ആവട്ടെ എന്ന് വെച്ചിട്ട് അതിൽ ഫോക്കിട്ട് കുത്തിയിട്ട് മുഴുവൻ ഓട്ടയാക്കി. അതിനുശേഷം പിന്നെ സിറപ്പ് അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം കുറേ ക്രീം ഉണ്ടായതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും അതിലാക്കണമല്ലോ. അപ്പോൾ അതും അതിൻ്റെ മേലെ എല്ലാ ഷേപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആ ഒരു ക്രീം മുഴുവനും നിറച്ചു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലയിൽ ചോക്ലേറ്റിൻ്റെ ലെയറാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഹേസൽനട്ട് ഇടണമായിരുന്നു അതിൻ്റെ കൂടെ, പക്ഷേ ഞാനത് മറന്നുപോയി. പിന്നെ ആ ഒരു ലെയർ ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ടാണ് ഹേസൽനട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹേസൽനട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അടുത്ത ലെയർ ഇതിൻ്റെ മേലെ എങ്ങനെയാക്കും എന്നുള്ളതായിരുന്നു ഡൗട്ട്. അടുത്തതായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലെയറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോഴത്തേക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മേലയിൽ നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്യായിരുന്നു ചെയ്തത്. ആദ്യം നല്ല ഭംഗിയിൽ ഇങ്ങനെ കൊക്കോ പൗഡറൊക്കെ ഇട്ട് വന്നതായിരുന്നു. പിന്നെ കുറേ അങ്ങ് വാരിയിട്ടപ്പോഴത്തേക്കും ഒരു മല പോലെയായി. ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.